എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു, കൂടെ ഷഹനയും. എന്നാൽ പാവം നമ്മുടെ നൂറ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവൾ ശരിക്കും വിവാഹത്തിന് വേണ്ടിയുള്ള മനമില്ല മനസ്സോടെയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും റബ്ബേ, എനിക്ക് വിധിച്ച അത് തന്നെയായിരിക്കും. സാരല്ല, എന്തപ്പോൾ ചെയ്യാം. എന്തായാലും പറഞ്ഞല്ലോ അവനോട്. എന്തായിരുന്നു റീപ്ലൈ എന്നൊന്നും അറിയില്ല. ഷഹനയുടെ ഫോണിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്. കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഷഹന പോവുകയും ചെയ്തു. എന്തപ്പോൾ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷഹന അതാ ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ, ആരാണിത്? ആ മൂത്തപ്പ, ഇത് ഷഹനയാണ്. ഓ അതെ, നൂറിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കുമോ? ശരിക്കും അതാ ഷഹന വിളിക്കുന്നത് കേട്ടപ്പോൾ ഉപ്പ പറഞ്ഞു, എന്തിനാടി ഇപ്പോൾ അവൾ വിളിക്കുന്നത്? അല്ല മൂത്താപ്പ, ഒരു കാര്യം പറയാനാണേ. എന്ത് കാര്യം? ഇപ്പം അതൊന്നും പറയൊന്നും വേണ്ട, അവൾ കല്യാണം എടുത്ത് നിൽക്കുകയാണ്. എൻ്റെ പൊന്നു മൂത്താപ്പങ്ങളൊന്ന് കൊടുത്താണി. ആ മോളെ നൂറ, എന്നാ നമുക്ക് ഫോണ്. ആരാ? ആ, ഇത് ഷഹനയാണ്. ഹലോ നൂറ, എന്തൊക്കെയാണ് പെണ്ണു വിശേഷം? സുഖല്ലേ? ആ സുഖമാണ്. എന്താ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഞാനൊക്കെ 2 ദിവസം മുമ്പ് തന്നെ വരാം കേട്ടോ. ആ അതെ, പിന്നെ ആയിക്കോട്ടെ. അല്ല നൂറ, നീ ചോദിക്കുന്നതിൻ്റെ ഉത്തരം അതിൻ്റെ റീപ്ലേക്ക് ആയിരിക്കും അല്ലേ? എൻ്റെ പൊന്നു മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല പെണ്ണെ അവനെ. നിന്നോട് ഒരു തരി സ്നേഹമില്ല. നീ വിവാഹം കഴിച്ച് പോവാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നോ? അതിനിപ്പോൾ എനിക്കെന്താ? എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല. നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ കാണിച്ചു. എനിക്കിപ്പോൾ എന്താ? എനിക്ക് നീ അല്ലെങ്കിൽ വേറെ പെണ്ണിനെ കിട്ടും. അങ്ങനെയാടി പറഞ്ഞത്. ഷഹനയുടെ വാക്കുകൾ കേട്ട നൂറ് ഒരു നിമിഷം ഞെട്ടി. ഷഹന, നീ എന്തൊക്കെ പറയുന്നത്? ഏയ് അങ്ങനെയൊന്നും. നമ്പർ എങ്ങനെ മാറിപ്പോയോ? അല്ല പെണ്ണെ, സത്യമായിട്ടും എനിക്ക് നിന്നോട് അതാണ് പറയാനുള്ളത്. അതായത് എന്താണെന്ന് വെച്ചാൽ അവനക്ക് നിന്നോട് തീരെ താല്പര്യമൊന്നുമില്ല കേട്ടോ. വെറുതെ നീ മോഹിച്ച് നിൽക്കണ്ട. നീ ഏതായാലും നിൻ്റെ ബാപ്പ കണ്ടുപിടിച്ച കല്യാണത്തിന് വേണ്ടി നിന്നോ. അല്ലാതെ വേറെ പഴയതൊന്നും മനസ്സിൽ വെച്ച് നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. മനസ്സിലായില്ലേ? ശരിക്കും അതാ നൂറക്ക് വല്ലാത്തൊരു സങ്കടമായി. ഷഹന, നീ എന്താണ് ഈ പറയുന്നത്? അതേടി, സത്യമായിട്ടും. എന്നാൽ ഷഹന ഒരു നിമിഷം മൗനം പാലിച്ചു. അതി, ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് വരാം, അതായിരിക്കും നല്ലത്. ഷഹനയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. അവൾ അപ്പോൾ തന്നെ സ്കൂട്ടിയും എടുത്ത് അതാ നേരെ നൂറയുടെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. വെറുതെ അല്ല എന്നോട് വിവാഹത്തിന് വേണ്ടി സമ്മതിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായി. സാരല്ല, ആയിക്കോട്ടെ. സന്തോഷത്തോടെ അവന് കഴിയട്ടെ, അത് മാത്രമേ ഉള്ളൂ. അവനൊന്നും പറ്റരുത്, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും അവൻ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും എനിക്ക് അവന് നല്ല ഇഷ്ടമായിരുന്നു. എന്താ അറിയില്ല. സാരല്ല, ആയിക്കോട്ടെ. അവന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ഞാനായിട്ട് അവൻ്റെ ജീവിതമൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. ശരിക്കും അതാ അവൾ ആ ഒരു ചിന്താഗതിയിലായിരുന്നു. എന്നാൽ ഈ സമയം അതാ ഷഹന എത്തി. ഹായ് നൂറ. ഷഹന. അപ്പോഴേക്കും ബാപ്പ, ആഹാ നീ ഇങ്ങെത്തിയോ മോളെ? ആ മൂത്താപ്പ, ഇപ്പം തന്നെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി വന്നതാണ്. ആയിക്കോട്ടെ, അതിനെന്താ, സന്തോഷമല്ലുള്ളൂ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ കല്യാണം മംഗളമാക്കി നടത്തി തരേണ്ടതും. പിന്നെ പിന്നെ ഏതായാലും നീ നേരത്തെ വന്നോ നല്ലായി. നൂറൊക്കൊരു കൂട്ടായല്ലോ. മറ്റേത് ഓളാകെ ഒരു മൂഡ് ഓഫ് ഇങ്ങനെ ഇരിക്കേനു. എൻ്റെ പൊന്നാര മൂത്താപ്പ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നൂറയുടെ കാര്യം ഞാൻ ഏറ്റു. നൂറ. അങ്ങനെയതാ നൂറയുടെ റൂമിലേക്ക് അവളും കയറി പോകുന്നു. എന്താ നൂറ നീ ഇങ്ങനെ? നിൻ്റെ മുഖം അല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തു പറ്റി? ഒന്നുമില്ലടി, എൻ്റെ വിവാഹം ഏതായാലും നിശ്ചയിച്ചില്ലേ. ഇനിയിപ്പോൾ എന്താ, അതിലങ്ങ് പൊരുത്തപ്പെട്ടു പോകണം. ശരിക്കും അതാ നൂറയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾക്ക് ശരിക്കൊന്ന് ഓടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും അവൻ്റെ സ്നേഹം ഇല്ലെന്ന് പറഞ്ഞപ്പോഴേ അവൾ കുറച്ചൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. എന്നാലും എത്ര പെട്ടെന്നാണ് ഈ പെൺകുട്ടികളുടെയൊക്കെ മനസ്സ് മാറുന്നത്. ആയിക്കോട്ടെ. അല്ല നൂറ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നീയെ ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതിനു വേണ്ടി ഓക്കെ പറഞ്ഞത്? എന്നാൽ അവൾ മൗനം പാലിച്ചു. മോളെ, എൻ്റെ നൂറ, പിന്നെ
എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. നിനക്കൊരു കൂട്ടായി ഇവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നിൻ്റെ കല്യാണമൊക്കെ അല്ലേ, നിൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴേ നിനക്കൊരു കൂട്ട് വേണ്ടേ? നിനക്ക് മെഹന്തി ഇട്ട് തരാനും നിന്നെ സന്തോഷിപ്പിക്കാനും ഒക്കെ. ഏതായാലും എൻ്റെ നിക്കാഹ് കഴിഞ്ഞാണല്ലോ, അപ്പോൾ എനിക്ക് നിൻ്റെ കൂടെ 2 ദിവസം നിൽക്കാമല്ലോ. നമുക്കൊന്ന് അടിപൊളിയായിട്ട് എൻജോയ്മെൻ്റൊക്കെ ചെയ്യാം. ശരിക്കും ഷഹനയുടെ വാക്കുകൾ കേട്ടപ്പോൾ നൂറ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ നൂറ, നിനക്കെന്താ സന്തോഷമല്ലേ? സത്യം പറയണം, നീ എന്നോട് സത്യം പറയണം, കളവ് പറയരുത്. നിനക്ക് സന്തോഷമല്ലേ? എടി, കല്യാണം കഴിയാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പാണ്, നല്ല രസമാണ്. നീ ഒന്നിനും വേണ്ടെന്ന് നീ പറയുകയേ ചെയ്യരുത്. എന്തായാലും നീ എന്തൊക്കെ തന്നെയായാലും നിൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊന്നും ദുഃഖമാകുന്ന രീതിയിലൊന്നും നീ ഒന്നും ചെയ്യരുത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കല്യാണത്തിന് വേണ്ടി റെഡിയായി ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. മനസ്സൊക്കെ ക്ലിയറായി. അങ്ങനെ അവരൊരുപാട് സംസാരിച്ചു. എന്നാൽ അതിനിടയിൽ നൂറ പറഞ്ഞു, ഷഹന, എനിക്ക് എന്തെന്നറിയില്ലടി, തീരെ താല്പര്യമില്ലായിരുന്നു വിവാഹത്തിന്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അടിമകളെപ്പോലെ നിന്ന് കൊടുക്കല്ലേ വേണ്ടത്. സാരല്ല, എൻ്റെ ജീവിതം അങ്ങനെ, പല പെൺകുട്ടികളുടെ ജീവിതം അങ്ങനെയുണ്ട്. സ്വന്തം ഇഷ്ടം പോലും നോക്കാതെ, ഇഷ്ടമാണെന്ന് പോലും നോക്കാതെയാണ് അവർ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുന്നത്. അല്ലെങ്കിൽ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഇത് ചോദിക്കാൻ പോലും ബാപ്പ സമ്മതിക്കുന്നില്ലായിരുന്നു. എന്താ ചെയ്യുക, സാരല്ല. എന്നാൽ അത് കേട്ട് ഷഹന പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ നിൻ്റെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലാതെ വെറുതെ നീ എന്ത് ചെയ്യും? എനിക്കറിയുന്നില്ലടി. എൻ്റെ ബാപ്പ എന്നോട് അത്രക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആക്കി തീർത്തില്ലേ. എന്തായാലും നീ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളും എല്ലാവരും കൂടി നിശ്ചയിച്ച കല്യാണം. ഇനിയിപ്പോൾ ഞാനായിട്ട്, എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താടി? ഞാൻ പറഞ്ഞില്ല നിന്നോട്, അവന് നിന്നോട് തീരെ സ്നേഹമില്ല, ഇഷ്ടമല്ല, നീ കല്യാണം കഴിഞ്ഞ് പോയിക്കോ, എനിക്കെന്താന്നൊക്കെ പറഞ്ഞൊന്ന്. ഞാൻ ഒരു തമാശ പറഞ്ഞതാടി, സോറി. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ ആ ഫോൺ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നീ സ്നേഹിച്ച ചെക്കൻ നല്ലൊരു ചെക്കനാണ്, നല്ലതെന്ന് വെച്ചാൽ നല്ല ഈമാനുള്ളൊരു ചെക്കനും കൂടിയാണ് കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാലേ, ഞാനിങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നീ അയച്ചതിന് റീപ്ലൈ കിട്ടി. നീ അയച്ചല്ലോ എനിക്ക് ഇങ്ങനെ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴവൻ പറഞ്ഞത്, ഏതായാലും വിഷമിക്കരുത്, നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കണം. പിന്നെ ഉമ്മയും ഉപ്പയും നമ്മൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അവരൊരിക്കലും കണ്ണീര് കുടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചു. പിന്നെ അവൻ എന്താ പറഞ്ഞതെന്നോ, എന്തൊക്കെ തന്നെയായാലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, നീ ഒരിക്കലും വിഷമിക്കരുത്, എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവുമെന്ന്. പൊന്നു മോളെ, സത്യം പറഞ്ഞാൽ ഞാൻ ഓരോന്നിനും തിരിച്ച് റീപ്ലൈ കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മറക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞു, പൊന്നു മോളെ മറക്കണം, കാരണം എന്ന് വെച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ, ഉമ്മയോ ഉപ്പയോ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഞാൻ സത്യം പറയട്ടെ പെണ്ണെ, നീ സ്നേഹിച്ച ആ ഒരു ആളുണ്ടല്ലോ, നിന്നെ സ്നേഹിച്ച ആ ഒരു എന്ത് പേര്, ഷാഹുൽ എന്ന പേരുള്ള അവനുണ്ടല്ലോ, തികച്ചും നല്ലൊരു മോനാണ്, സത്യസന്ധനായി. ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോഴും എന്താ പറഞ്ഞതെന്നോ, നൂറ, ഞാൻ ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ഞാൻ ഹലാലായ രീതിയിലാണ് എല്ലാം ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒരിക്കൽ പോലും ഹറാമായ രീതിയിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി പെണ്ണേ, കാര്യമായിട്ടും അതൊരു യുവാവായ സുന്ദരനായ യുവാവ് ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ വെച്ചാൽ എത്രമാത്രം അവരുടെ മനസ്സിനുള്ളിൽ ഈമാൻ ഉണ്ടാവും. സത്യമായിട്ട് മോളെ, നിനക്ക് ഏറ്റവും പറ്റിയ ആൾ ഷാഹുൽ തന്നെയായിരുന്നു. പക്ഷേ നിൻ്റെ ബാപ്പ സമ്മതിക്കില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഉള്ളറിയാൻ വേണ്ടിയിട്ടൊന്ന് എൻ്റെ ഉമ്മ ജസ്റ്റ് ഇന്നൊന്ന് സൂചിപ്പിച്ചതുണ്ട്, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഇതുള്ളൊക്കെ ഉള്ളതൊക്കെ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഉള്ളറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാറ്റിങ് നടത്തി നോക്കി. പക്ഷെ പഠിച്ചോനെ, എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. ഞാൻ ഒന്ന് ഉള്ളറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തുകൊണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചെക്കൻ തന്നെയാണത്. പിന്നെ
പക്ഷേ അവൻ പറഞ്ഞത് ഒരിക്കലും ഈ വിവാഹത്തിൽ നിന്ന് തടസ്സം പറയരുത്, ഉമ്മയുടെ ഇഷ്ടത്തിൽ തന്നെ ജീവിക്കണം, എന്നാലേ ഗുരുത്വം പൊരുത്തം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഞമ്മക്ക് അല്ലേ അവൻ്റെ ആ ഒരു മനസ്സും അവനെ പഠിച്ചതും അവൻ ചെയ്യുന്നതും അതൊക്കെ അല്ലേ, സത്യമായിട്ടും അങ്ങനെയല്ലേ. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ നൂറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷഹന, അപ്പം നീ എന്നെ പറ്റിച്ചതായിരുന്നല്ലേ? അതേ മോളെ, ഞാൻ നിൻ്റെ മനസ്സെന്താ അറിയാൻ വേണ്ടിയിട്ടേ ദാ ഞാൻ അയച്ച മെസ്സേജുകളും അവൻ തന്ന റീപ്ലൈകളൊക്കെ നോക്ക്, ഞാൻ ഒന്നുപോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കണ്ടോ, ശരിക്കും അവളത് വായിച്ച് കരഞ്ഞു പോയി. അതെ, എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ അത് എന്ത് വിധിയുള്ളല്ലേ ഒരുമിക്കൂ. അവളുടെ കണ്ണുനീർ തുള്ളികൾ കവളിലൂടെ വലിച്ചിറങ്ങി. അതെ, നീ കരയൊന്നും വേണ്ട. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ബാപ്പ ഇത്രമാത്രം ബുദ്ധിമുട്ടാക്കി വിവാഹം കഴിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊന്ന് ഏതായാലും നിശ്ചയിച്ചു കഴിഞ്ഞു. എൻ്റെ പൊന്നു മോളെ വേണ്ട, എൻ്റെ ബാപ്പ എന്നെ തല്ലിക്കൊല്ലും മോളെ, ദയവായി നീ അങ്ങോട്ട് പോവരുത്. അവളുടെ വാക്കുകൾ കേട്ട് ഷഹനക്ക് സങ്കടം തോന്നി. പഠിച്ചവനെ, ഇത്രമാത്രം മനസ്സിൽ ഇഷ്ടമുണ്ടായിട്ടും അവർ തമ്മിലല്ലേ ഒരുമിക്കേണ്ടത്? ഇതറിയാത്ത ഏതോ ഒരു ചങ്ങായിനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇവർ തമ്മിൽ സ്നേഹിച്ച് കഴിയുമോ? എനിക്കത് തോന്നുന്നില്ല. അതും ഷഹന എന്ന് വെച്ചാൽ സുന്ദരിയായൊരു പൊന്നു മോളാണ്. ഇനിയിപ്പോൾ അവളുടെ ഭർത്താവും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ എനിക്കറിയില്ല. പക്ഷേ അവൾ പറഞ്ഞു തന്ന ആ ചെക്കനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ പ്രൊഫൈൽ DP ഒക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി ചെക്കനുമാണ്. എന്നാലും എനിക്കൊരു മനസ്സിക്കൊരു സങ്കടം. ചേരേണ്ടവരല്ലേ ചേരേണ്ടത്, അല്ലാതെ ഒരിക്കൽ പോലും ചേരാത്തവർ ചേരാൻ പാടില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ അവരുടെ സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. പാവം, അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടിയ മുഖം അത് ഷാഹുലിൻ്റെത് മാത്രമാണ്. അതൊരിക്കലും വേർപ്പെടുത്താൻ അവൾക്ക് കഴിയില്ലായിരിക്കും. അല്ലെങ്കിൽ ആദ്യ പ്രണയം എന്നൊക്കെ പറയുമ്പോഴേ അത് മനസ്സിലെങ്ങനെ ഉണ്ടാകും. ഷഹന അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളെ, നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഉമ്മാനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ നിൻ്റെ. ഉമ്മയോട് പറഞ്ഞിട്ട് വേണ്ട വേണ്ട ഷഹന, ദയവായി പറയരുത്, ഇനിയും എനിക്ക് വയ്യ. എൻ്റെ ഷാഹുലിനെ വീണ്ടും അവർ ഉപദ്രവിക്കും, അതുകൊണ്ട് ദയവായി ഇനി ഒന്നും പറയരുത്. ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ ജീവിച്ചോളാം. എന്താ എൻ്റെ പൊന്നു നൂറ, നീ നിൻ്റെ മനസ്സും ശരീരവും ഒരുപാട് സന്തോഷിക്കാൻ നിനക്ക് കഴിയുമോ? അല്ലല്ലോ, നിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിൻ്റെ മനസ്സിൻ്റെ വിഷമം ദുഃഖമൊക്കെ. ശരിക്കും നീ എങ്ങനെയല്ലായിരുന്നോ? ഷഹനയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അല്പം ഒരു ആശ്വാസം തോന്നി. ഒന്നും ഉണ്ടായിട്ടല്ല, അവൾ എനിക്ക് എല്ലാം കാണിച്ചു തന്നതും എല്ലാം മെസ്സേജ് അയച്ചതൊക്കെ തന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എന്നാൽ പെട്ടെന്ന് ബാപ്പ വിളിക്കുന്നു. നൂറാ, ബാപ്പ വിളിക്കുന്നു. എന്ത് ബാപ്പ? ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. ഇത് ബാപ്പ, ഇതാ. പിന്നെ പറ്റി പറഞ്ഞ് വർത്താനം പറഞ്ഞ് മനസ്സ് മാറണ്ടട്ടാ. അതിനിപ്പോൾ എളാപ്പാൻ്റെ മക്കളാണെങ്കിലും മൂത്താപ്പാൻ്റെ മക്കളാണെങ്കിലും വണ്ടിയില്ല. പറഞ്ഞ് മനസ്സ് മാറരുത്, ഇതിൽ നിന്ന് പിന്തിരിയരുതിട്ടോ ഈ. ബാപ്പ, എന്താടി എനിക്ക് മോള ഒരു മടി? ഒന്നുമില്ല ബാപ്പ. എവിടെ മറ്റോള് ഷഹന എവിടെ? ഷഹനക്ക് പോകാനായിട്ടില്ലേ? എന്താണ് ഷഹനയും കുറേ നേരമല്ലോ മന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ തുടങ്ങിയിട്ട്. എന്തെങ്കിലും കുതന്ത്രങ്ങളാണോ മന്ത്രങ്ങൾ ചൊല്ലി? ബാപ്പ, അങ്ങനെയൊന്നും. നല്ലതിൽക്കാണെങ്കിൽ എനിക്ക് നല്ലത്, അല്ലെങ്കിലേ തള്ളനും മോളും കൂടി പിടിച്ചതിന് ഇറക്കി വിടലായിരിക്കും ഈ നോക്കിക്കൊണ്ടി. ശരിക്കും ഷഹന അതെ ഞെട്ടിപ്പോയി. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് അവൾ ഓർത്തത്. ഞാനൊരു പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഉപ്പയുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എന്നതായിരുന്നു വലിയൊരു ഭീഷണി. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ആലോചിക്കുമ്പോൾ അവൾക്ക് സങ്കടം തോന്നി. റബ്ബേ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. പക്ഷെ ഉമ്മയെയും. എന്നാൽ ഈ സമയം അതാ ഷഹന ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയിരുന്നു. ശരിക്കും അതാ അവൻ്റെ സ്വഭാവ ഗുണങ്ങളും കാര്യങ്ങളുമെല്ലാം. എൻ്റെ പൊന്നു മൂത്തുമ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോളെ? ഷഹന മോള് വന്നപ്പോൾ അവൾക്കും സന്തോഷമായിട്ടോ. എൻ്റെ പൊന്നു മൂത്തുമ്മി, ഞാൻ കാര്യം പറയട്ടെ. അതായത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നൂറയെ ആദ്യം സ്നേഹിച്ചെന്ന് പറഞ്ഞല്ലോ ആ ഒരു കുട്ടി. എൻ്റെ പൊന്നും മൂത്തുമ്മ, ഞാൻ ഒരു കാര്യം പറയാം, നല്ല പത്തരമാറ്റ് ചെക്കനാണത്. എന്തിനാ നിങ്ങൾ അതിനെ ഒഴിവാക്കിയിട്ട് ഈ ഒരു വിവാഹത്തിന് വേണ്ടി നിന്നത്? പെട്ടെന്ന് അത് നൂറയുടെ ഉമ്മ, മോളെ ഷഹന, ഇതൊക്കെ പറയാനാണെങ്കിൽ നീ വീട്ടിലേക്ക് പോയിക്കോ,
കാരണം എനിക്കിതൊന്നും പറയാനുള്ള അവകാശമില്ല. മോള് പോയിക്കോ, മോളെ പോയിക്കോ. എൻ്റെ പൊന്നു മൂത്തുമ്മ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്നാൽ മൂത്തുമ്മ കരയുകയായിരുന്നു. മോളെ, അതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് ഇവിടെ മിണ്ടല്ലേ. പേടിയാണ് മോളെ, പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ശരിക്കും ആ മാതാവ് കരയുകയായിരുന്നു. പൊന്നുമോളെ, എന്താ ചെയ്യാം, ബാപ്പാക്കൊരു വാശിയാണ്, പിടിവാശി. അതിനനുസരിച്ച് നിൽക്കുള്ളൂ, സാരമില്ല. ശരിക്കും ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷഹന പറഞ്ഞു, എൻ്റെ പൊന്നു മൂത്ത്, നിങ്ങൾ കരയില്ലേ? ഇൻഷാ അല്ലാ മോളെ, ഇനിയിപ്പോൾ എന്താ മോൾ, നിശ്ചയം കഴിഞ്ഞില്ലേ? അതൊന്നും സാരല്ല, അതൊക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാ. സ്നേഹത്തോടെ അവർ ചേർത്ത് പിടിച്ചു. ഷഹന, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.